സമാനതകളില്ലാത്ത രീതിയിൽ കേരളത്തിലെ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയെ വലിയ തുടർച്ചയായ 3 ദിവസം റാഗിങ്ങിന് ഇരയാക്കി അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ കെട്ടിത്തൂക്കി കൊല്ലുന്ന ഒരു സാഹചര്യം. അതിന് നേതൃത്വം കൊടുത്തത് ഒരു വിദ്യാർത്ഥി സംഘടനയാണെന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തിലെ വിദ്യാർത്ഥികളോട് ഇവരുടെയുള്ള പ്രതിബദ്ധത എന്ന് ചോദിക്കാൻ KSU ആഗ്രഹിക്കുകയാണ്. കാരണം വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക്, അവകാശങ്ങൾക്ക് വിദ്യാർത്ഥി പക്ഷത്ത് നിലനിൽക്കേണ്ടുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ ഒരു പ്രസ്ഥാനം തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒരു വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ തുടക്കഘട്ടം മുതൽ ഞങ്ങൾ KSU പറഞ്ഞിരുന്ന ഒരു ആവശ്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലായ്മ ചെയ്യണം, ഇടിമുറികൾ ഇല്ലായ്മ ചെയ്യണം, വിദ്യാർത്ഥി വിചാരണ കോടതികൾ ഇല്ലായ്മ ചെയ്യണം, വിദ്യാർത്ഥികൾക്ക് ശിക്ഷ കൽപ്പിക്കുന്ന തീർപ്പ് കൽപ്പിക്കുന്ന നടപടികൾ ഇല്ലായ്മ ചെയ്യണം. അപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റേത് കേരളത്തിലെ ക്യാമ്പസിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലൊരു വിദ്യാർത്ഥിക്ക് സംഭവിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമായി മാറട്ടെ എന്ന് മാത്രം കരുതുകയാണ്. SFIയോട് ഒരഭ്യർത്ഥന, കേരളത്തിലെ ക്യാമ്പസുകളിൽ നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യണം. ഒരു വിധത്തിലും നിങ്ങളുടെ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളണമെന്നൊരു ആവശ്യം മാത്രം മുന്നോട്ട് വയ്ക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസക്കാലം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനോടൊപ്പം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയോടൊപ്പം KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തുടങ്ങിവെച്ച നിരാഹാരം ഇന്ന് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഇത് ഒരു വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, കേരളത്തിലെ മഹിളകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ സമരപന്തലിൽ നിന്ന് ഞങ്ങൾ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്.